സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിന്റെ വാണിജ്യ നഗരമായ എറണാകുളം ജില്ലയുടെ നിലപാട് അതീവ നിർണായകമാകും. തീരദേശ മേഖലയായ പശ്ചിമ കൊച്ചി മുതൽ ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലം വരെ വ്യാപിച്ചു കിടക്കുന്ന ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 9ഇടത്ത് UDF, 5ഇടത്ത് LDF ആണുള്ളത്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ഇടത് തരംഗത്തിലും കോൺഗ്രസ് കോട്ടയെന്ന പെരുമ നിലനിർത്തുവാൻ UDFന്റെ ഊർജിത ശ്രമം. ഇടത് മുന്നണിയാകട്ടെ തങ്ങളെ പരിപോഷിപ്പിക്കുന്നതിൽ ചെറിയ പിശക് കാട്ടുമ്പോഴും ജില്ലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമത്തിലും NDA നേതൃത്വം ജില്ലയിലാകെ നിർണായ സ്വാധീനമുള്ള 2020യുടെ തോളിലേറ്റി വിജയം കൈവരിക്കുവാനുള്ള നീക്കത്തിലും. ആത്യന്തികമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് മേൽക്കൈമയുള്ള മണ്ണിൽ അവരുടെ വോട്ടിലെ അടിയൊഴുക്കുകളും കർഷകരുടെയും തീരദേശ ജനതയുടെ നിലപാടുകളും ഫലത്തെ സ്വാധീനിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു നാളുകളായി എറണാകുളം ജില്ലയിൽ തുടരുന്ന വിസ്മയം നിലനിർത്താനാണ് UDFന്റെ ശ്രമം. ജില്ലയിൽ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അപ്രമാദിത്യമാണ് സഹകരണ മേഖല മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നത്. 2016ലും 2021ലും സംസ്ഥാനത്ത് ഇടതു തരംഗം ആഞ്ഞു വീശിയപ്പോഴും കോൺഗ്രസ് കോട്ടയായ എറണാകുളം ഉലയാതെ തന്നെ കാത്തു സംരക്ഷിച്ചു. 2016ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ജില്ലയിലെ 14ൽ 9 സീറ്റും UDF ആണ് കരസ്ഥമാക്കിയത്. ഇടതുമുന്നണിയാകട്ടെ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തു. 2021ലും ഇതേ വിജയത്തിൻ്റെ തനിയാവർത്തനമാണ് ഉണ്ടായത്. വിജയിച്ച മണ്ഡലങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് മാത്രം. 14 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ പതിവ് പോലെ കളമശ്ശേരി മുസ്ലിം ലീഗും പിറവം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും കോതമംഗലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിച്ചു വരുന്നു. എന്നാൽ പിറവത്തിന് പുറമെ മുൻപ് TN ജേക്കബ് 3 തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച കോതമംഗലം കൂടി വേണമെന്ന് ജേക്കബ് ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് ആകട്ടെ ഈ ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. ഒടുവിൽ ജേക്കബ് വിഭാഗം കഴിഞ്ഞ തവണത്തേതുപോലെ പിറവം സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടതായി വരികയും ചെയ്യും. കോതമംഗലം സീറ്റാകട്ടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ജോസഫ് ഗ്രൂപ്പിന് തോൽവിയായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ശക്തവുമാണ്. കോതമംഗലം സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്ത് കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന അഭിപ്രായം ഒരു വിഭാഗം പാർട്ടിയിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. തുടർച്ചയായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ജോസഫ് വിഭാഗത്തിനുണ്ടായ തോൽവിയാണ് കോൺഗ്രസിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ജോസഫ് ഗ്രൂപ്പ് കൈക്കൊണ്ടിട്ടുള്ളത്. ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരിയിൽ മന്ത്രി P രാജീവിനെ നേരിടാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന വാദവും ശക്തമായി ഉയരുന്നുണ്ട്. സീറ്റ് ലഭിച്ചാൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കാണുന്നത്. എന്നാൽ കളമശ്ശേരി ഏറ്റെടുത്ത് കൊച്ചി വിട്ടുകൊടുക്കുന്നതിനോട് എറണാകുളത്തെ ലീഗിലെ നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പുമുണ്ട്. VK ഇബ്രാഹിം കുഞ്ഞ് വിജയിച്ചു വന്ന മണ്ഡലമാണ് കളമശ്ശേരി. ലീഗാകട്ടെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന കോൺഗ്രസിന്റെ അഭിപ്രായം പരിഗണിച്ച് നിലവിലെ രാജ്യസഭാ അംഗം ഹാരിസ് ബീരാനെ രംഗത്തിറക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നു. ജില്ലയിലെ മറ്റ് 11 മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയായിരിക്കും മത്സരിക്കുക. തൃപ്പൂണിത്തുറയിൽ സിറ്റിംഗ് MLA K ബാബു അനാരോഗ്യം കാരണം മത്സരിക്കുന്നില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ M സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് K ബാബു തൃപ്പൂണിത്തുറയുടെ പ്രതിനിധിയായത്. 2016ൽ M സ്വരാജായിരുന്നു K ബാബുവിനെ പരാജയപ്പെടുത്തിയത്. അതേ M സ്വരാജിനെ തന്നെ കഴിഞ്ഞ തവണ K ബാബു മലർത്തിയടിച്ചു. ഇവിടെ വിജയസാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ഏറെ ദുഷ്കരമാകും. സമുദായ സമവാക്യം കൂടി കോൺഗ്രസിനിവിടെ കണക്കിലെടുക്കേണ്ടതായി വരും. തൃപ്പൂണിത്തുറയിൽ സിനിമാ താരം കൂടിയായ രമേഷ് പിഷാരടി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ ഇവിടെ നിന്നും 2 വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ തന്നെയാകും കോൺഗ്രസിനായി മത്സരിക്കുക. കൊച്ചിയിലും വൈപ്പിനിലും കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതായിട്ട് വരും. സിറ്റിംഗ് MLAമാർ പ്രതിനിധീകരിക്കുന്ന തൃക്കാക്കരയിൽ ഉമാ തോമസിനെയും പെരുമ്പാവൂരിൽ എൽദോസ് P കുന്നപ്പിള്ളിയെയും മത്സരിപ്പിക്കുന്നതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നാഭിപ്രായം ഉയരുകയും ചെയ്തിട്ടുണ്ട്. PT തോമസിന്റെ അകാല നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് മികച്ച വിജയം നേടി മണ്ഡലം നിലനിർത്തിയെങ്കിലും പിന്നീട് സജീവമായിരുന്നില്ല എന്ന അഭിപ്രായമാണ് പ്രവർത്തകർക്കുള്ളത്. എൽദോസ് കുന്നപ്പിള്ളിക്ക് വിനയാകുന്നത് പീഡന ആരോപണമാണ്. അവസാനം 2 പേരും കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് പാർട്ടിയിലെ നിലവിലെ സ്ഥിതി വ്യക്തമാക്കുന്നത്. ജില്ലയിലാകട്ടെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കാൻ പോകുന്നത് പറവൂരായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽ
2021 മുതൽ 5 തവണയായി തുടർച്ചയായി വിജയിക്കുന്നത് വി.ഡി. സതീശനാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വി.ഡി. സതീശൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്നത് എൽ.ഡി.എഫിനെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഇടതുപക്ഷ മണ്ഡലമായ പറവൂരിനെ ചുമപ്പണിയിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ തേടിയാണ് എൽ.ഡി.എഫും പ്രത്യേകിച്ച് CPIയും നീക്കങ്ങൾ നടത്തുന്നത്. കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായ എറണാകുളത്ത് ടി.ജെ. വിനോദും ആലുവായിൽ അൻവർ സാദത്തുമാകും കോൺഗ്രസിനായി വീണ്ടും കളത്തിലിറങ്ങുക. വിനോദ് ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്നും അൻവർ ആകട്ടെ മുസ്ലിം സമുദായാംഗം എന്ന പരിഗണനയും അവർക്ക് ഗുണകരമാകുന്നു. വൈപ്പിനിലാകട്ടെ ഈഴവ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ ലത്തീൻ വിഭാഗത്തിൽ നിന്നോ ഒരാളെയായിരിക്കും UDF കണ്ടെത്തുക. കൊച്ചി സീറ്റ് ലീഗിന് നൽകിയാൽ വൈപ്പിനിൽ ലാറ്റിൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെയായിരിക്കും മത്സരിപ്പിക്കുക. കൊച്ചി സീറ്റിലാകട്ടെ ലാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട തദ്ദേശീയനായ ഒരാൾ വേണമെന്ന ആവശ്യവും ശക്തമായി ഉന്നയിക്കപ്പെടുന്നത് കോൺഗ്രസിന് കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. പിറവത്ത് പലവട്ടം വിജയിച്ചിട്ടുള്ള TN ജേക്കബ് പിന്നീട് മകൻ അനൂപിലൂടെ മണ്ഡലം ജേക്കബ് ഗ്രൂപ്പ് നിലനിർത്തുകയായിരുന്നു. പിറവത്ത് പലവട്ടം വിജയിച്ചിട്ടുള്ളത് TN ജേക്കബ് ആയിരുന്നു. പിന്നീട് മകൻ അനൂപിലൂടെ മണ്ഡലം ജേക്കബ് ഗ്രൂപ്പ് നിലനിർത്തുകയും ചെയ്തു. വീണ്ടും UDFിന് വേണ്ടി അനൂപ് ജേക്കബ് തന്നെയായിരിക്കും രംഗത്തിറങ്ങുക. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനും അങ്കമാലിയിൽ റോജി M. ജോണും മൂന്നാമതും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഉണ്ടാകും. ഇടതുമുന്നണിയിലാകട്ടെ സിറ്റിംഗ് MLAമാർ അവിടെ തന്നെ വീണ്ടും ജനവിധി തേടുന്നതാണ്. അതിൽ കളമശ്ശേരിയിൽ മന്ത്രി P. രാജീവ് തന്നെ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പുമാണ്. 2 ടേം വ്യവസ്ഥ ഒഴിവാക്കിയാൽ കൊച്ചിയിൽ KJ മാക്സിയും കോതമംഗലത്ത് ആന്റണി ജോണും ഇടം പിടിക്കും. ആദ്യ ടൈം പൂർത്തിയാക്കിയ KN ഉണ്ണികൃഷ്ണൻ തന്നെ വൈപ്പിനിലും സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ PV ശ്രീനിജിനുമാകും LDFിന് വേണ്ടി മത്സരിക്കുക. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടു നൽകിയ പിറവവും പെരുമ്പാവൂരിലും ആര് മത്സരിക്കുമെന്നതും ആകാംക്ഷയ്ക്ക് ഇടയാക്കുന്നു. ജില്ലയിൽ CPI 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്ന പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ആരെ കളത്തിലിറക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുൻമന്ത്രിയും CPI നേതാവുമായ V.S. സുനിൽകുമാറിനെ അവസാനം വി.ഡി. സതീശനെതിരെ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. മൂവാറ്റുപുഴയിലാകട്ടെ മാത്യു കുഴൽനാടനെതിരെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട എൽദോസ് എബ്രഹാമിനെ തന്നെ വീണ്ടും കളത്തിലിറക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. തൃപ്പൂണിത്തുറയിൽ M. സ്വരാജിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമായി ഉയരുന്നുണ്ട്. കൊച്ചി മേയറായിരുന്ന M. അനിൽകുമാറിനെ തൃപ്പൂണിത്തുറയിലേക്ക് CPM പറഞ്ഞു കേൾക്കുന്നു. എറണാകുളത്ത് സ്വതന്ത്രനായി KV തോമസിൻ്റെ പേര് ഉയർന്നു വന്നെങ്കിലും മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളത്ത് ലാറ്റിൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെയാകും മത്സരത്തിനായി കളത്തിലിറക്കുക. അങ്കമാലിയിൽ CPM സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വരുന്നതാണ്. ആലുവായിൽ പൊതു സ്വതന്ത്രനെയും ഇടതുമുന്നണി പരിഗണിക്കുന്നുണ്ട്. BJP നേതൃത്വം നൽകുന്ന NDA ആകട്ടെ നിലവിൽ വലിയ പ്രതീക്ഷയാണ് എറണാകുളത്ത് പുലർത്തുന്നത്. പ്രത്യേകിച്ച് 2020 NDAയിലേക്ക് വന്നതോടെ ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് NDA പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ 2020യുടെ കേന്ദ്രമായ കുന്നത്തുനാട്ടിൽ 2020യും BJPയും ഒത്തുചേരുമ്പോൾ വിജയം കൈപ്പിടിയിൽ ഒതുക്കാമെന്നും കരുതുന്നു. കുന്നത്തുനാട്ടിൽ 2020 പറയുന്ന ആളെയാകും NDA മത്സരത്തിന് ഇറക്കുക. അതോടൊപ്പം തൃപ്പൂണിത്തുറയിൽ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് BJPയെ ആവേശത്തിലാക്കുന്നത്. അതിനാൽ തന്നെ BJPക്ക് തൃപ്പൂണിത്തുറയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും കരുതുന്നു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ മുന്നോക്ക സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം ഗുണകരമാകുമെന്നാണ് BJPയും NDAയും കരുതുന്നത്. നിലവിൽ ജില്ലയിലെ സാഹചര്യം വളരെ അനുകൂലമാണെന്നാണ് UDFും കോൺഗ്രസും കരുതുന്നത്. സംസ്ഥാന ഭരണത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് വോട്ടായി മാറുമെന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിലവിലുള്ള 9 സീറ്റിൽ നിന്ന് 14-ൽ 14 പിടിച്ചെടുക്കാൻ കഴിയുമെന്ന അവകാശവാദം UDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തെ 9നേക്കാൾ 2 അക്കത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉറച്ചു പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ജില്ല കൂടിയായ എറണാകുളത്ത് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത്.
അത് പ്രതിപക്ഷ നേതാവിനാകും ഏറെ ഗുണകരമാകുക. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ജില്ല കൂടിയാണ് എറണാകുളം. മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആരെ ബാധിക്കും എന്നതും ആകാംക്ഷ ഉളവാക്കുന്ന കാര്യമാണ്. വൈപ്പിൻ മണ്ഡലത്തിലാണ് മുനമ്പം പ്രദേശം ഉൾപ്പെടുന്നത്. മുനമ്പത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ അട്ടിമറി വിജയം ഒരു സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കത്തിൽ വൈപ്പിൻ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെയും ബാധിക്കുമെന്നാണ് കരുതുന്നത്. തീരദേശ മേഖലയായ പശ്ചിമ കൊച്ചിയിലെ ശുദ്ധജലക്ഷാമവും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ വറുതിയും മത്സ്യത്തൊഴിലാളികളെ വളരെയേറെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത് UDFന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയും UDF കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ മിന്നും വിജയവും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉൾപ്പെടുന്ന എറണാകുളം, ചാലക്കുടി, ഇടുക്കി, കോട്ടയം മണ്ഡലങ്ങളിൽ UDFനുണ്ടായ വൻ വിജയവും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാനാണ് UDFന് കഴിഞ്ഞത്. അവസാനമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും തൂത്തുവാരുന്ന സ്ഥിതിയാണ് എറണാകുളത്തുണ്ടായത്. UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ തേരോട്ടമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ല സാക്ഷ്യം വഹിച്ചത്. അതിനാൽ തന്നെ മികച്ച വിജയം സുനിശ്ചിതമാണെന്ന് UDF കണക്കുകൂട്ടുന്നു. ഇടതുമുന്നണിയാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ തിരുത്തലുകൾ ഗുണകരമാകുമെന്നും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഗുണകരമാകുമെന്നും BJPയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിൽ ലാറ്റിൻ സമുദായ വിഭാഗത്തിൻ്റെയും കിഴക്കൻ മേഖലയിൽ വിവിധ ക്രൈസ്തവ സഭകളുടെയും നിലപാട് അതീവ നിർണായകമാണ്. യാക്കോബായ സഭയ്ക്ക് കോതമംഗലം, പെരുമ്പാവൂർ, അങ്കമാലി, പിറവം, മോറ്റുഴ മേഖലകളിൽ വലിയ സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കും സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്നു. ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ റബ്ബറിൻ്റെ വിലയിടിവും കോതമംഗലം മേഖലയിലെ വന്യമൃഗശല്യവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകും. ചുവഴയിലാകട്ടെ പൈനാപ്പിൾ വിലയിടിവും മുഖ്യ വിഷയമായി ഉയർന്നു വരും. LDF ആകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിലാണ് വോട്ട് കണ്ണുവയ്ക്കുന്നത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണവും വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കളമശ്ശേരിയിലെ ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതും LDF എടുത്തു കാണിക്കുന്നു. അതോടൊപ്പം അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരിപാതയ്ക്കായി തുക അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനവും ജില്ലയിലാകെ തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയുടെ വികസനവും കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ വികസനവും വിവിധ റോഡുകളുടെ പൂർത്തീകരണവും ജനങ്ങളെ സ്വാധീനിക്കുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആരു വാഴും ആരു വീഴും എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയവും നിർണായക ഘടകമായി മാറുകയും ചെയ്യും. ഷെക്കീന ന്യൂസ് ബ്യൂറോ, കൊച്ചി.